നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ മോളെ? ബാലമാമനെ കാണാൻ ഇവിടെ വക്കീൽ വന്നിട്ടുണ്ട്. വക്കീൽ ഇത്ര പെട്ടെന്ന് എത്തിയോ? ഞാൻ ഇവിടെ അടുത്തുണ്ട്. ഇപ്പൊ എത്തുന്ന വക്കീലിനോട് പറഞ്ഞാ മതി. ശരി ബാലമാമൻ. ബാലമാമൻ ഇപ്പൊ വരും. ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. ആയിക്കോട്ടെ. നമസ്കാരം വക്കീലെ. നമസ്കാരം. ഈ വക്കീൽ തണ്ടി വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താടാ? എനിക്കെങ്ങനെ അറിയാം അപ്പച്ചി? നിനക്ക് പിന്നെ എന്താ അറിയാം? എനിക്ക് നാടിനെയും നാട്ടുകാരെയും സേവിക്കാൻ മാത്രമേ സർ, ചായ. നമസ്കാരം വക്കീലെ. നമസ്കാരം മാഷേ. വക്കീലിരിക്കേ. ഇത് ചാരുമോള്, എന്റെ മരുമകളാ. എനിക്ക് കണ്ടപ്പോഴേ തോന്നി നല്ല വിനയവും മര്യാദയും മാഷിന്റെ കുടുംബത്തിന് ചേർന്ന കുട്ടിയാ. ഈ കുട്ടിയെ കളഞ്ഞിട്ടാണോ മാഷിനെ മൂത്തവൻ നാട് വിട്ടത്? അവൻ എങ്ങനെ മനസ്സ് വന്നു? അവന് ബുദ്ധിയില്ലേ വക്കീലെ? ചാരുമോളെ കിട്ടാനുള്ള യോഗവും. എന്തായാലും മാഷെടുത്ത തീരുമാനം നന്നായി. മോളെ വിട്ടുകൊടുക്കാതെ ഈ തറവാട്ടിൽ തന്നെ മരുമോളാക്കിയില്ലേ? അതിരിക്കട്ടെ, മാഷെന്താ വരാൻ പറഞ്ഞത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട് വക്കീലെ. എന്ത് പറ്റി മാഷേ? നമുക്കറിയാം, നോക്കാം. എനിക്കൊരു സ്റ്റേ ഓർഡറോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ വോയിഡോ വേണം. സ്റ്റേയും വോയിഡും ഒക്കെ എന്തിനാ മാഷേ? അതൊക്കെ വ്യക്തമായി പറയാൻ വക്കീലെ. ഞാൻ എഴുതി വെച്ച സ്വത്ത് ഒന്നുപോലും വിൽക്കാനോ പണയം വെക്കാനോ കഴിയാത്ത വിധം സ്റ്റേ ചെയ്യണം. അല്ലെങ്കിൽ അത് അസാധുവാക്കണം. അതിന് നിയമപരമായിട്ട് വക്കീലിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം. അല്ല, എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ? ഞാൻ തന്നെ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ടല്ലോ ഒരു ഫ്രോഡിനെ. അവൻ നാട് വിട്ടപ്പോ വെറും കൈയോടല്ല പോയത്. എന്റെ പ്രമാണങ്ങളും പണമൊക്കെ മോഷ്ടിച്ചാ പോയത്. ഇപ്പൊ എവിടെയോ ഒളിച്ചിരുന്ന് എന്റെ സ്ഥലം വിൽക്കാൻ നോക്കിയിരിക്കുക. ആ പ്രമാണൊക്കെ അവന്റെ കയ്യിലുള്ള ധൈര്യത്തിലല്ലേ അവൻ ഇതൊക്കെ ചെയ്യുന്നത്. അവനൊന്നും ഇല്ലാതാവണം. അതിനെനിക്ക് വക്കീലിന്റെ സഹായം. വക്കീൽ നിയമപരമായിട്ട് നീങ്ങിക്കോ. അവൻ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിച്ച് അവന്റെ കയ്യും കാലും തല്ലുപിടിക്കുന്ന കാര്യം ഞാനേറ്റു. എന്തിനാ കയ്യും കാലും മാത്രമാക്കുന്നേ? അവനെങ്ങ് കൊന്നുകളയുന്നേ. എന്നിട്ട് എല്ലാ സ്വത്തുക്കളും ദേ ഈ നിൽക്കുന്ന മരുമോളില്ലേ, അവളുടെ കാൽ ചുവട്ടി കൊണ്ടുവന്ന് വെക്കേ. അപ്പ സമാധാനാവുമല്ലോ അല്ലേ? നിന്നോട് ഇപ്പൊ ആരെങ്കിലും അഭിപ്രായം വേണ്ട? ബോധ്യമുണ്ടായിരുന്നേ. എപ്പ നോക്കിയാൽ ഇടയിൽ കയറി സംസാരിക്കാന്ന് വെച്ചാ പിന്നെന്താ ചെയ്യാ? അതെ, ഒച്ച വെച്ച് പേടിപ്പിക്കാൻ നോക്കണ്ട. അങ്ങനെ പേടിച്ച് വായും പൊത്തി മിണ്ടാതിരിക്കുന്നവളല്ല ഈ ഹേമ. അമ്മേ, ഒന്ന് മിണ്ടാതിരിക്കേ പ്ലീസ്. എപ്പോ നോക്കിയാലും ഇത് തന്നെയാ. നിർത്തടി വക്കീലെ. എന്റെ മോൻ സ്ഥലം വിൽക്കാൻ നോക്കിയെന്നും പറഞ്ഞ് വെളിച്ചപ്പാട് തുള്ളുന്നത് എന്തിനാ? അവന്റെ സ്ഥലമല്ലേ, അത് വിൽക്കാനുള്ള അവകാശം അവനില്ലേ? ശരിയല്ലേ വക്കീലെ? പറ. ആരുടെ സ്ഥലം പറഞ്ഞു? ഞാൻ എഴുതി വെച്ചത് കാരണം അവന്റെ സ്ഥലമായി. അത് ഞാൻ അസാധുവാക്കിയാൽ നീയൊക്കെ എന്ത് ചെയ്യും? അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? അവന്റെ പേരിൽ എഴുതി കൊടുത്തതൊക്കെ ഇപ്പൊ തിരിച്ചു വാങ്ങണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. നിയമപരമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവൻ ചെയ്യും. ചെയ്യട്ടെ, കേസ് കൊടുക്കട്ടെ. അവൻ എന്റെ പറമ്പിലെ ഒരു പുൽക്കൊടി പോലും അവന് കിട്ടില്ല. ബാലമാമേ,
എന്തിനാ കേസും വഴക്കൊക്കെ? നാട്ടുകാരറിഞ്ഞ നമ്മളെ കുറിച്ച് എന്തായിരിക്കും പറയാ? നാട്ടുകാർ പറയുന്നതും കേട്ടു നിന്നാലേ അവൻ ഈ തറവാട് മുഴുവൻ കൊണ്ടുപോകും. അത് വേണോ? വക്കീലേ, ഞാൻ പറഞ്ഞ പോലെ കേസ് ഫയൽ ചെയ്തോ? മാഷേ, ഒരു സുഹൃത്തിനെ പോലെ ഞാൻ പറയുക, സ്വന്തം മോന്റെ പേരിൽ കേസ് കൊടുത്താൽ അത് മാഷിനും ഈ തറവാടിനും നാണക്കേടല്ലേ? കോംപ്രമൈസ് നടത്തുന്നതല്ലേ നല്ലത്. ഒരു കോംപ്രമൈസും ഇല്ല വക്കീലെ. എന്റെ കഴുത്തറക്കാൻ നോക്കിയവനവൻ, സ്വന്തം അച്ഛനെ ചതിച്ചവൻ. അവനെ ഞാൻ വിശ്വസിക്കണോ? വക്കീലെ, എന്റെ സ്വത്തിലെ ഒരു തരി മണ്ണ് പോലും അവന് ഞാൻ കൊടുക്കില്ല. അതിനുവേണ്ടി ചെയ്യാവുന്നത് എന്താ വെച്ചാ വക്കീൽ ചെയ്യേ. ശരി മാഷേ, കേസ് ഫയൽ ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്തിട്ട് ഞാൻ മാഷിനെ വിളിക്കാം. ശരി. സന്തോഷമായല്ലോ നിനക്കല്ലേ? ഓ, കുളിര് കോരുന്നുണ്ടാവും ഇപ്പൊ അല്ലേ? ഈ വീട്ടിൽ കാലെടുത്ത് വെച്ച നിമിഷം മുതല് നിന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം നേടിയെടുത്തോണ്ടിരിക്കുക. നീ ഇപ്പൊ ജയിച്ചോ, പക്ഷേ ഈ കാര്യത്തില് മാമനും മരുമോളും ജയിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഉണ്ടായ പിന്നെ ഹേമ ഈ വീട്ടിലുണ്ടാവില്ല. ചാരുമോളെ, അവളിങ്ങനെ ചെലച്ചോണ്ടിരിക്കും. മോളെ അതൊന്നും കാര്യാക്കണ്ട. ബാലമാമേ, വക്കീലിനെ വിളിച്ച് കേസ് ഫയൽ ചെയ്യണ്ടെന്ന് പറ പ്ലീസ്. നടക്കില്ല മോളെ. മോളെ എന്തൊക്കെ പറഞ്ഞാലും അത് നടക്കില്ല. ഞാൻ ജീവിതത്തിൽ എടുത്തിട്ടുള്ള ശരിയായ തീരുമാനങ്ങളിൽ ഒന്നിതാ. അവനെ വെറുതെ വിടില്ല ഞാൻ. ഗോവിന്ദാ, അമ്മേ, മരമണ്ട, നിന്റെ എടുത്തിയാട്ടം നിന്റെ ജീവിതത്തിലുള്ളതാ. എന്താ അമ്മേ? അമ്മ കാര്യം പറ. എടുത്തിയാട്ടൊന്നും പറഞ്ഞ് ചുമ്മാ ചാടാതെ. നീ കിടന്ന് ചാടല്ലേ? ബുദ്ധി ഉണ്ടോടാ നിനക്ക്?